ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മുടെ രാവിലത്തെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അടുക്കളയിലല്ല, നമ്മുടെ ഉമ്മർത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുളി കഴുകിയ വിളക്ക് വെക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. അതൊക്കെ ചെയ്യേണ്ടത് ഒന്ന് അത്യാവശ്യമാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ ഒരു ചെറിയൊരു നിസ്സാരമായിട്ട് കണക്കാക്കും, കുറച്ച് കഴിഞ്ഞ് ചെയ്യുക, മെല്ലെ ചെയ്യുക എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹാളും ഫ്രണ്ടും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ടാണ് നമ്മൾ കുക്കിങ്ങിന് പോകുന്നത് എങ്കിലുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസവും അതുപോലെ ഒരു സന്തോഷം തോന്നും കേട്ടോ. എന്താ പറയുക, നമ്മളിതെല്ലാം ക്ലീനാക്കി കഴിയുമ്പോൾ തന്നെ രാവിലെ തന്നെ നമ്മുടെ വീട് കാണാൻ നല്ലൊരു വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, ഭയങ്കര പോസിറ്റീവായിരിക്കുകയും ചെയ്യുന്നുണ്ടോ. പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ വരുമ്പോൾ ഇതുപോലെ രാത്രി എങ്ങനെയാണോ ചില ദിവസങ്ങളിൽ നമ്മുടെ ഹാളൊക്കെ അലങ്കോലമായി കിടക്കുന്നത് അങ്ങനെ തന്നെ കിടന്നു കഴിഞ്ഞാൽ വരുന്നവർക്ക് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടക്കുറവ് തോന്നുന്നുണ്ടോ. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നേരത്തെ എണീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിരിക്കുകയും ചെയ്യും, അതുപോലെ നല്ല ഉഷാറായിരിക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് ഇതെല്ലാം കാണുമ്പോൾ അവർക്കും ഒരു പോസിറ്റീവായിരിക്കുകയും ചെയ്യും, നല്ല ഉഷാറായിരിക്കും, ഉന്മേഷമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണരുത് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞ് ചെയ്യുക, ഇതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ എന്താ എന്നൊക്കെ നമ്മൾ ചിലവർ വിചാരിക്കാറുണ്ട്. ആദ്യം നമുക്ക് കുക്കിംഗ് ചെയ്യുക, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് ചിലരെങ്കിലും വിചാരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ നമ്മുടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക, കറക്റ്റായി ഇരിക്കാത്ത കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വെക്കുക, അതുപോലെ തന്നെ സെറ്റിയൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് കൊടുക്കുക, അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഹാളിൽ രാവിലെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലെയും ഹാളിലെയും കാര്യങ്ങൾ രാവിലെ തന്നെ നേരത്തെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു ഉന്മേഷം തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ രാവിലെ ഇതെല്ലാം ഒന്ന് ഒരു 10 മിനിറ്റ് കാര്യം വേണ്ടു കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരില്ല. ഇത് ഒരു ചെറിയൊരു കാര്യം തന്നെയാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളിതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് പറയുന്നത് വളരെയധികം വലുതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ നിസ്സാരപ്പെട്ട കാര്യം ആണെങ്കിൽ കൂടിയിട്ട് ഇതെല്ലാം വൃത്തിയായിട്ട് വരുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം കൂട്ടാനൊക്കെ ഇത് ഉപകരിക്കും കേട്ടോ. പെട്ടെന്ന് ഒരാൾ രാവിലെ എണീച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ എന്തറിയോ, വീടൊക്കെ നല്ല വൃത്തിയായി കാണുമ്പോൾ വരുന്നവർക്കും ഒരു സന്തോഷം തോന്നും. അതുപോലെ അലങ്കോലമായി കിടക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും ഭയങ്കരമായിരിക്കും. എന്താ പറഞ്ഞാൽ വീട് വൃത്തിയില്ലാണ്ട് കിടക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും, എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ രാവിലത്തെ തിരക്ക് കൊണ്ടായിരിക്കും അത് നമ്മൾ കറക്റ്റ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവുക. അങ്ങനെ ചിലർ വിചാരിക്കാറില്ല. പക്ഷേ എപ്പോഴും ഇതുപോലെ വൃത്തിയില്ലാണ്ടായിരിക്കും വീട് കിടക്കുക എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റത് നമ്മൾ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. അതൊക്കെ ചെറിയ ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടി അതെല്ലാം ചെയ്ത് വരുമ്പോൾ അതിന് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും രാവിലെ നമ്മൾ ഒരു 5 മിനിറ്റ് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവർക്കും വീട് നല്ല വൃത്തിയായി കാണുമ്പോൾ അവർക്കൊരു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും തോന്നാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും പിന്നെ ചെയ്യുക ഇല്ലെങ്കിൽ നാളെ ചെയ്യുക എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് കേട്ടോ. ആ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായ സമയത്ത് തന്നെ നമ്മൾ ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റാകുക മാത്രമല്ല ആ ചെയ്തതിനെ കൊണ്ട് ഒരു ഉപകാരമോ ഒരു വാല്യൂ നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, ആ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങളെല്ലാം നിലനിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സമയം കണക്കാക്കിയിട്ട് ചെയ്യാൻ നിൽക്കരുത്. എന്താ പറഞ്ഞാൽ
അരമിനിറ്റ് ആണെങ്കിൽ അരമിനിറ്റ്, 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. അതുമാത്രമല്ല, നമ്മൾ ഓരോ ദിവസവും ഒരു കുടുക്കിയിൽ ഓരോ രൂപ നമ്മൾ ഇട്ട് വെച്ച് നോക്കൂ. 10 ദിവസം കഴിയുമ്പോൾ അതിലൊരു 10 രൂപയായിട്ടുണ്ടാവില്ലേ. ഒന്നിച്ച് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ 10 രൂപ ഇടാൻ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ രൂപയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു 10 രൂപ ഉണ്ടാവും. 20 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു 20 രൂപ ഉണ്ടാവും. അങ്ങനെ നമുക്ക് സമ്പാദ്യശീലം വളർത്തുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് സക്സസ് ആയിട്ട് വരുമ്പോഴും അതിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ ആത്മവിശ്വാസവും കൂടിയിട്ടാകുമ്പോഴാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലൂടെ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായ സമയത്ത് ചെയ്യാനും പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായ സമയത്ത് പറയാനൊക്കെ നമുക്ക് ധൈര്യം കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്കും മക്കളുടെ കാര്യങ്ങൾക്കും ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായി തന്നെ ചെയ്യുക. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് കുക്കിങ്ങിന് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ആത്മവിശ്വാസത്തോടെ കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇല്ല നമ്മുടെ ഉമ്മറും എല്ലാവിടവും വൃത്തികേടായി കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്കതൊരു സന്തോഷം ഉണ്ടാകില്ല. എന്തിനാണ് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ മിറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി അത് വൃത്തിയാക്കി എടുക്കുന്നത് എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിയോടെ കിടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേണം നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഹാളും സിറ്റ് ഔട്ടൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു വീട് വൃത്തിയായ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാ പണികളും ഒരുങ്ങിയതിന് ശേഷം ഡീപ്പായിട്ട് തന്നെ എല്ലാവിടെയും ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് വളരെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും ഒക്കെ ഇരിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ വീട്ടിലേക്കും അത് ഒരുപാട് പോസിറ്റീവും സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് പൂവിട്ട് കൊടുക്കുക, അതൊക്കെ ഒരു ഭംഗിയും പോസിറ്റീവുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാമ്പ്രാണി കത്തിച്ചു കൊടുക്കുക, അത് നമ്മുടെ വീടിന് ഭയങ്കര ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളൊരു ദിവസം ചെയ്യണോ അതെല്ലാം അതാത് രീതിക്ക് അതാത് സമയത്ത് കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനും നിസ്സാരമായിട്ട് കണക്കാക്കേണ്ട. നമ്മൾ ഈ പറയുന്നതിൽ കുറേ പോയിൻറ്റുകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് കറക്റ്റായിട്ട് അതാത് സമയത്ത് കൊണ്ട് ശരിയായ രീതിക്ക് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയം ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വിജയിക്കാൻ സാധിച്ചില്ല, നമുക്ക് നന്നാകാൻ പറ്റിയില്ല, നമ്മൾ ചെയ്തതിൻ്റെ ഫലം കിട്ടിയില്ല എന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. എന്തിനും ഫലം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനുള്ള ഫലം, നല്ലത് ചെയ്താൽ നല്ല ഫലമായിരിക്കും, കെട്ടത് ചെയ്താൽ കെട്ട ഫലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നമ്മുടെ എഫർട്ട് എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കരുത്. നമ്മൾ ഒരു പ്രയത്നം എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ട് ജീവിതത്തിൽ വിജയിക്കണം പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒന്നും അല്ല കേട്ടോ. പോസിറ്റീവല്ല, പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോകുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.